രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരെ ലവ് ജിഹാദ് ആരോപണം ഉന്നയിച്ച് വീണ്ടും വിവാദങ്ങളിൽ കുടുങ്ങിയിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ ജില്ലാ കോടതി ജഡ്ജി രവികുമാർ ദിവാകർ. ഒക്ടോബർ 2-നായിരുന്നു രവികുമാർ ദിവാകർ കോടതി മുറിക്കുള്ളിൽ ഈ വിവാദ പരാമർശം നടത്തിയത്. ബലാത്സംഗ കുറ്റത്തിന് ഒരു മുസ്ലിം യുവാവിന് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കവേ മുസ്ലിം പുരുഷന്മാർ ആസൂത്രിതമായി ഹിന്ദു സ്ത്രീകളെ പ്രണയം നടിച്ച് വിവാഹത്തിലൂടെ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യുന്നു എന്നായിരുന്നു ഇദ്ദേഹം ആരോപിച്ചത്. അതോടെ അദ്ദേഹത്തിന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമായുള്ള അടുപ്പവും മുൻപ് ഇദ്ദേഹം നടത്തിയ വിവാദ പ്രസ്താവനകളുമെല്ലാം ചർച്ചയായി മാറിയിരിക്കുകയാണ്. ഗ്യാൻവാബി മസ്ജിദുമായി ബന്ധപ്പെട്ട വിധി പ്രസ്താവം, എല്ലായ്പ്പോഴും യോഗി ആദിത്യനാഥിനെ പുകഴ്ത്തൽ തുടങ്ങി പല വിവാദങ്ങളിലും ഉയർന്നു കേട്ട ഒരു പേരായിരുന്നു ജഡ്ജി രവികുമാർ ദിവാകറിൻ്റേത്. ഏറ്റവും പുതുതായി ലവ് ജിഹാദ് സംബന്ധിച്ച് നടത്തിയ ആരോപണത്തിൽ ജനസംഖ്യ വർദ്ധിപ്പിക്കാനുള്ള അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ ഭാഗമായി ഒരു പ്രത്യേക മതവിഭാഗത്തിലെ അരാജക സംഘം പ്രവർത്തിക്കുന്നുവെന്നും ഇദ്ദേഹം പറഞ്ഞിരുന്നു. 2024 മാർച്ചിലാണ് യോഗി ആദിത്യനാഥിനെ പ്രശംസിച്ച് രവികുമാർ മാധ്യമ തലക്കെട്ടുകളിൽ സ്ഥാനം പിടിക്കുന്നത്. സമർപ്പണത്തോടും ത്യാഗത്തോടും കൂടി അധികാരത്തിലിരിക്കുന്ന ഒരു മതവിശ്വാസിയുടെ ഉത്തമ മാതൃകയാണ് യോഗി ആദിത്യനാഥ് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഒരു മതവിശ്വാസത്തെ ഉയർത്തിപ്പിടിക്കുന്നതും അതേസമയം മുസ്ലിം വിഭാഗങ്ങളെ അപരവൽക്കരിക്കുന്ന പരാമർശങ്ങളുമായിരുന്നു അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ ഒരു പ്രത്യേക മതത്തെ പ്രീണിപ്പിക്കുന്നതാണ് ഇന്ത്യയിലെ കലാപങ്ങളുടെ പ്രധാന കാരണമെന്നായിരുന്നു ഒരു കേസ് പരിഗണിക്കുമ്പോൾ രവികുമാറിൻ്റെ കണ്ടെത്തൽ. ആ വിഭാഗത്തിൽ ഉള്ളവർക്ക് സംരക്ഷണം ലഭിക്കുന്നതിനാലാണ് അവർ നിർഭയം വീണ്ടും വീണ്ടും ആക്രമണങ്ങൾ തുടരുന്നതെന്നും അദ്ദേഹം ഉത്തരവിൽ ആരോപിച്ചിരുന്നു. എന്നാൽ ഇതിനെതിരെ അലഹബാദ് ഹൈക്കോടതി പെട്ടെന്ന് നടപടിയെടുക്കുകയും ഈ പരാമർശങ്ങൾ നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു. ഒരു ജുഡീഷ്യൽ ഉദ്യോഗസ്ഥൻ വ്യക്തിപരമായതോ മുൻവിധിയോട് കൂടിയതോ ആയ പ്രസ്താവനകൾ വിധിപ്പകർപ്പിൽ ചേർക്കാൻ പാടില്ലെന്നായിരുന്നു അന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നത്. ദേശീയ ഓൺലൈൻ മാധ്യമമായ ദ പ്രിൻറ്റിൻ്റെ റിപ്പോർട്ട് പ്രകാരം BJP മുൻ മന്ത്രി ചന്ദ്രകിഷോർ സിംഗിൻ്റെ മരുമകനാണ് ഈ രവികുമാർ ദിവാകർ. അദ്ദേഹം തന്നെയാണ് 2022 വാരണാസിയിലെ ഗ്യാൻവാബി മസ്ജിദിനുള്ളിൽ ആർക്കിയോളജിക്കൽ സർവേക്ക് ഉത്തരവിട്ടതും. അതിനെ തുടർന്ന് ശിവലിംഗം എന്ന് സംശയിക്കപ്പെടുന്ന കല്ല് കണ്ടെത്തിയപ്പോൾ ആ ഭാഗം സീൽ ചെയ്യാനും അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു. ഇതിന് പിന്നാലെ തനിക്ക് ജീവന് ഭീഷണിയുണ്ടെന്നും അദ്ദേഹം പരാതിപ്പെട്ടിരുന്നു. ഉത്തർപ്രദേശ് സ്വദേശിയായ രവികുമാർ ദിവാകർ 2007 നിയമപഠനം, അതായത് LLM പൂർത്തിയാക്കുന്നത്. 2009 തന്നെ അദ്ദേഹം അസംഗഡിലെ മുൻസിഫ് ജഡ്ജിയായി നിയമിക്കപ്പെടുകയും ചെയ്തു. എല്ലായ്പ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ മതപരമായ പോസ്റ്റുകൾ എഴുതിയിടുന്ന രവികുമാർ 2023 ബൈറേലി ജില്ലാ കോടതിയിൽ അഡീഷണൽ ജഡ്ജിയായി ചുമതലയേറ്റത്. തലയിൽ ഇത്രയ്ക്ക് മതം ചുമന്ന് നടക്കുന്ന ഒരാളുടെ മുന്നിൽ കേസുമായി എത്തുന്ന അന്യമതസ്ഥരുടെ അവസ്ഥ എന്തുമാത്രം പരിതാപകരമായിരിക്കും എന്നുകൂടി ചിന്തിച്ചു നോക്കുക. അവിടെ കേസിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നവരും ശിക്ഷിക്കപ്പെടുന്നവരും തമ്മിലുണ്ടാകുന്ന വ്യത്യാസം ഒന്ന് മാത്രമായിരിക്കും. അത് അവരുടെ മതം തന്നെ ആയിരിക്കും.